ടൈറ്റാനിക് എന്ന് കേട്ടുകഴിഞ്ഞാൽ ടൈറ്റാനിക് സിനിമയും ജാക്കും റോസും ഒക്കെയായിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്നത്. എന്നാൽ ടൈറ്റാനിക് ദുരന്തത്തിനപ്പുറം നമ്മളിൽ പലർക്കുമുള്ള സംശയമായിരിക്കും ടൈറ്റാനിക് കടലിനടിയിൽ നിന്ന് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണത് പുറത്തെടുക്കാത്തത് എന്ന്. അതിന് പലർക്കും പല അഭിപ്രായങ്ങളും കാണും. നമ്മൾ ചിന്തിക്കാത്ത ചില കാരണങ്ങളാണ് അതിന് പിന്നിലെന്നതാണ് സത്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരവും ടൈറ്റാനിക്കിന്റെ ചില രഹസ്യങ്ങളുമാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ടൈറ്റാനിക് എന്തുകൊണ്ട് പുറത്തെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് മുമ്പ് ടൈറ്റാനിക്കിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 1900 കാലഘട്ടത്തിൽ ആഡംബരത്തിന്റെ അവസാനമായിരുന്നു ടൈറ്റാനിക്. 269 മീറ്റർ നീളത്തിലും 28 മീറ്റർ വീതിയിലും 53 മീറ്ററോളം ഉയരത്തിലും നിർമ്മിച്ച ടൈറ്റാനിക്കിനായി അന്ന് മുടക്കിയിരുന്നത് $7.5 ദശലക്ഷം ആയിരുന്നു. 20 ബസ്സുകൾ നിരത്തി നിർത്തിയിട്ടാൽ എത്ര ദൂരമുണ്ടോ അത്രയും ദൂരമായിരുന്നു ടൈറ്റാനിക്കിന്റെ നീളം. ആഡംബരത്തിന്റെ അങ്ങേയറ്റമായിരുന്നു ടൈറ്റാനിക് കപ്പൽ. ഈ ടൈറ്റാനിക് ഒരു ദിവസത്തെ ആവശ്യത്തിന് വേണ്ടി വന്നിരുന്നത് 600 ടൺ കൽക്കരിയായിരുന്നു അത്രേ. 100 ടൺ ചാരം ഓരോ ദിവസവും കപ്പലിൽ നിന്ന് കടലിലേക്ക് തള്ളിയിരുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. അക്കാലത്ത് ഒരു കപ്പൽ യാത്രയിൽ ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള സൗകര്യങ്ങളായിരുന്നു ടൈറ്റാനിക്കിൽ ഒരുക്കിയിരുന്നത്. സ്വിമ്മിംഗ് പൂൾ, പാർക്കുകൾ, പട്ടിക്കൂടുകൾ, യാത്രക്കാർക്ക് ദിനപത്രം വരെ ടൈറ്റാനിക്കിൽ ഒരുക്കിയിരുന്നു അത്രേ. 1912 ഏപ്രിൽ 10 ടൈറ്റാനിക് യാത്ര പുറപ്പെടുന്നത്. ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ തുറമുഖത്തിൽ നിന്നായിരുന്നു കപ്പലിന്റെ ആദ്യത്തതും അവസാനത്തതുമായ യാത്ര. അങ്ങനെ യാത്ര പുറപ്പെട്ട് 4ാമത്തെ ദിവസം 1912 ഏപ്രിൽ 14 രാത്രി സമയം 11:40. അന്ന് രാത്രി നല്ല മൂടൽ മഞ്ഞായിരുന്നു. ഒന്നും വ്യക്തമായി കാണാൻ കഴിയാത്ത അവസരത്തിൽ കപ്പൽ പെട്ടെന്നായിരുന്നു അടുത്തുണ്ടായിരുന്ന മഞ്ഞുമലയിൽ ഇടിച്ചത്. മഞ്ഞുപാളി നേരിട്ട് ചെന്ന് കയറുന്നതിന് പകരം പാർശ്വഭാഗമായിരുന്നു ഉരഞ്ഞു കയറിയത്. അപ്പോഴേക്കും കപ്പലിന്റെ അടിഭാഗം ഏറെക്കുറെ കീറിക്കഴിഞ്ഞിരുന്നു. 300 അടി നീളത്തിലാണ് മഞ്ഞുമലയുടെ അറ്റം തുളഞ്ഞു കയറിയത്. വെള്ളം കയറാത്ത 14 അറകളുള്ള ചട്ടക്കൂട്ടിലെ 5 അറകൾ അതിനോടകം തകരുകയും ബാക്കിയുള്ളതിലേക്ക് വെള്ളം കയറുവാനും തുടങ്ങിയിരുന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന് നടുവിലായി കിടന്നിരുന്ന ടൈറ്റാനിക് അപകടത്തിലേക്ക് കടക്കുകയായിരുന്നു. ലൈഫ് ബോട്ട് ഇറക്കിയെങ്കിലും പലർക്കും അതിനേക്കാൾ വിശ്വാസമുണ്ടായിരുന്നത് ടൈറ്റാനിക്കിനെയായിരുന്നു. 1178 ലൈഫ് ബോട്ടിന്റെ ശേഷി. കപ്പലിലുണ്ടായിരുന്നതാവട്ടെ 2000-ലധികം പേരും. തെറ്റിദ്ധാരണ മൂലവും മറ്റു പ്രശ്നങ്ങളാലും 705 പേർ മാത്രമായിരുന്നു ലൈഫ് ബോട്ടിൽ കയറിയിരുന്നത്. അങ്ങനെ കപ്പൽ കടലിലേക്ക് മുങ്ങുന്നത് വേഗത്തിലായി. പുലർച്ചെ 1:55 18ാമത് ലൈഫ് ബോട്ട് കടലിലേക്ക് ഇറക്കുമ്പോൾ 15 അടി മാത്രമേ താഴ്ത്തേണ്ടതായി വന്നുള്ളൂ. കപ്പൽ അത്രയും അടി മുങ്ങിക്കഴിഞ്ഞിരുന്നു. പുലർച്ചെ 2:05 അവസാനത്തെ ലൈഫ് ബോട്ടും കടലിലേക്ക് ഇറക്കി. 2:15 കപ്പൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് മാഞ്ഞു പോയി. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഇന്ന് ടൈറ്റാനിക് ആരും പുറത്തെടുക്കാത്തത്? ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ ഒരുപാടുണ്ട്. അതായത് ടൈറ്റാനിക് കടലിൽ മുങ്ങിത്താണിട്ട് ഏകദേശം 110 വർഷങ്ങളോളം പിന്നിട്ട് കഴിഞ്ഞു. അതായത് ഏകദേശം 1 നൂറ്റാണ്ട് കാലമായി ടൈറ്റാനിക് കടലിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക്കിന്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ടൈറ്റാനിക് പുറത്തെടുക്കാൻ ശ്രമിച്ചാലും കപ്പൽ പൊടിഞ്ഞു പോകാനാണ് സാധ്യത കൂടുതൽ. അതുകൊണ്ട് തന്നെ ടൈറ്റാനിക് ഈ അവസ്ഥയിൽ പുറത്തെടുക്കുന്നത് മണ്ടത്തരമായിരിക്കും. കൂടാതെ ടൈറ്റാനിക് സമുദ്രത്തിന്റെ 12,500 അടി താഴ്ചയിലാണ് കിടക്കുന്നത്. അതായത് ഏകദേശം 4 കിലോമീറ്ററോളം ആഴത്തിൽ
ഇത്രയും ആഴത്തിലുള്ള കടലിന്റെ സമ്മർദ്ദം നമ്മൾ ചിന്തിക്കുന്നതിലും അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും താഴ്ചയിൽ പോയി ആ കപ്പൽ പൊക്കിക്കൊണ്ടുവരിക എന്നത് വലിയ അപകടം നിറഞ്ഞ കാര്യമാണ്. ഇതിനൊക്കെ പുറമെ ടൈറ്റാനിക്കിലെ വിലമതിപ്പുള്ള വസ്തുക്കളും നിധികളും ഒക്കെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോടികൾ മുടക്കി ടൈറ്റാനിക് പുറത്തെടുത്താലും പുറത്തെടുക്കുന്നവർക്ക് അതിലും വലിയ ലാഭം കണ്ടെത്താൻ കഴിയില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടൈറ്റാനിക് പുറത്തെടുക്കാൻ പല പദ്ധതികൾക്കും പല കാലങ്ങളിലായി ചർച്ച ചെയ്തിട്ടുണ്ട് എന്നതാണ് മറ്റൊരു സത്യം. കൂടാതെ 10-20 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ടൈറ്റാനിക് പൂർണ്ണമായും കടലിൽ നിന്ന് അപ്രത്യക്ഷമാവും എന്നതാണ് ശാസ്ത്രലോകം പറയുന്നത്. ഏതായാലും ടൈറ്റാനിക്കിന്റെ തിരോധാനത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. Then I will stop and see you again. Bye.